ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്റ്റേറ്റ് സിലബസിൻ്റെ 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ഓഫ് മെനി ഹ്യൂസ്. അതിൽ നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓഫ് മെനി ഹ്യൂസ്. ഹ്യൂസ് എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഓഫ് മെനി ഹ്യൂസ് എന്ന് പറഞ്ഞാൽ പല നിറത്തിലുള്ള വർണ്ണങ്ങൾ. ഈ പിക്ചറിൽ എന്താ നിങ്ങൾ കാണുന്നത്? പല കൾച്ചേഴ്സും പല ട്രഡീഷൻസുമാണ് അല്ലേ കാണുന്നത്. അവരുടെ ഡ്രസ്സിങ്ങും വേഷവിധാനങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് ഈ പിക്ചറിലൂടെ വരച്ച് കാണിക്കുന്നത്. അടുത്ത പിക്ചർ നോക്കിക്കേ. കുറേ കുട്ടികൾ കൂടി നിന്ന് എന്തോ ഒരു ലേണിംഗ് ആക്ടിവിറ്റി, ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുവാണ് അല്ലേ. ഗ്ലോബ് ഉണ്ട്, ഒരു ബുക്കുണ്ട്. അപ്പം എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. പക്ഷെ അവരുടെ ഫേസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. പലരും പല കൺട്രിയിൽ നിന്നുള്ളവരാണ് അല്ലേ. എല്ലാവരും സെയിം ആണോ? അല്ല, പല കൺട്രിയിൽ നിന്നുമുള്ളവരാണ്. പിന്നെ അവർ നല്ല പോലെ ചിരിച്ച് സന്തോഷിച്ചൊക്കെയാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുന്നത്. ആരും ദുഃഖിച്ചൊന്നും ഇരിക്കുന്നില്ല. ദേ ആർ ഹാപ്പി അല്ലേ. ഈ രണ്ട് ഇമേജിലും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ? ഇറ്റ് പ്രൊമോട്ട്സ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഗ്ലോബൽ അവയർനെസ് തരുന്നുണ്ട്. ഒപ്പം ഇൻക്ലൂസിവിറ്റി. ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമ്പ്രദായം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ അതിലേക്കാണ് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേരെന്താ? നെയിംസ് ആൻഡ് നെയിംസ്. അപ്പോൾ പാഠത്തിൻ്റെ പേര് പോലെ തന്നെ പാഠത്തിൻ്റെ ഉൾഭാഗത്തും ഒരു പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ വായിച്ചു നോക്കാം. വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. നിങ്ങൾ ഒരു കൺട്രിയിൽ നിന്നും വേറൊരു കൺട്രിയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഫ്ലോ ചേഞ്ച് ചെയ്യുന്നു അല്ലേ. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്. നിങ്ങളുടെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ വേറൊരു പ്ലേസിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാറ്? ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ്ഡ് ടു എ ന്യൂ കൺട്രി. അപ്പോൾ ഈ പാഠം ഒരു കഥയാണ്. ആരുടെ കഥയാണ്? കുഞ്ഞി ചിരുത എന്ന് പറഞ്ഞ ഒരു കുഞ്ഞി കുട്ടിയുടെ കഥയാണ്. അവളുടെ കൺട്രിയിൽ നിന്നും വേറെ പുതിയൊരു കൺട്രിയിലേക്ക് മാറി. ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വേർ ഷീ യൂസ് ടു ലിവ് ബിഫോർ. അപ്പോൾ അവൾ ആദ്യം താമസിച്ചിരുന്ന ആ പ്ലേസിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് അവൾ മാറിയത്. പാഠത്തിലേക്ക് കടക്കാം. കുഞ്ഞിച്ചിരുത സ്റ്റുഡ് അറ്റ് ദ ഗേറ്റ് ഗേസിങ് അറ്റ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിലേക്ക് നോക്കി കുഞ്ഞിച്ചിരുത ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഗേസിങ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക. കുഞ്ഞിച്ചിരുത ഗേറ്റിൻ്റെ അടുത്ത് സ്ട്രീറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഷീ ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അവൾക്ക് പെഡസ്ട്രിയൻസ്, കാൽനട യാത്രക്കാരെയും അതിലേ പോകുന്ന വണ്ടികളെയൊക്കെ നോക്കി നിൽക്കാൻ വലിയ ഇഷ്ടമാണ്. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ. ഇത് തണുപ്പ് കാലത്തിൻ്റെ എൻഡായി, അവസാന ഘട്ടത്തിലാണ്. തണുപ്പ് സീസണാണ്. അപ്പോൾ അത് ഏകദേശം എൻഡ് ചെയ്യാനായി. ദ എയർ വാസ് വാർമിങ് അപ്പ്. അപ്പം അന്തരീക്ഷം അത്യാവശ്യം ചൂട് പിടിച്ചു തുടങ്ങി. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾ വിൻഡ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് ചെറിയ തണുത്ത കാറ്റ് വീശും. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻ്റർ ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ ന്യൂ ജേഴ്സിയിൽ കോൾഡ് വിൻ്റർ ആയിരുന്നു. അപ്പോൾ അത് എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു 4 മാസത്തോളമൊക്കെ കോൾഡ് സീസണാണ് അല്ലേ. ന്യൂ ജേഴ്സി എവിടെയാണ്? അമേരിക്കയിലാണ്. ഇറ്റ് വാസ് ഓൺലി 5. അപ്പം വൈകുന്നേരം 5 മണിയായിട്ടേ ഉള്ളൂ. ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. പക്ഷേ രാത്രിയായ ഒരു ഫീലാണ്. 5 മണിയായപ്പോഴത്തേനും വിൻ്റർ സീസണിൽ നമുക്ക് രാത്രിയായ ഒരു ഫീല് വരും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 6 മണി 6:30 ആവുമ്പോഴല്ലേ സന്ധ്യയാവുന്നത്. പക്ഷേ കുഞ്ഞിച്ചിരുത ഇപ്പോൾ താമസിക്കുന്ന കൺട്രിയിൽ, അതായത് ന്യൂ ജേഴ്സിയിൽ എന്താണ്, 5 മണിയായപ്പോഴത്തേനും 8 മണിയായ ഒരു ഫീലാണ് ഉള്ളത്. ദ വേരിയിങ് ലെങ്ത്സ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് അക്രോസ് സീസൺസ് ഹാഡ് പസിൽഡ് കുഞ്ഞിച്ചിരുത. അപ്പം അമേരിക്കയിലൊക്കെ ഓരോ സീസണിലും ഡേ ആൻഡ് നൈറ്റ് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ ദൈർഘ്യം വ്യത്യാസം ഉണ്ടാവും. അപ്പം വേരിയിങ് ലെങ്ത്സ് ഓഫ് ഡേ, ഇപ്പോൾ ചിലപ്പം ഡേ കൂടുതലായിരിക്കാം, അപ്പം രാത്രി കുറവുമായിരിക്കും. ചിലപ്പോൾ രാത്രി കൂടുതലായിരിക്കാം, ഡേ കുറവുമായിരിക്കും. അങ്ങനെ ആ ഒരു സംഭവം അത് പസിൽഡ് കുഞ്ഞിച്ചിരുത. കുഞ്ഞിച്ചിരുതനെ കൺഫ്യൂഷനിലാക്കി അല്ലേ. പസിൽഡ് എന്ന് പറഞ്ഞ ഒരു കൺഫ്യൂഷൻ. വെൻ ഷീ അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺസെറ്റ് ഓൺലി അറ്റ് 8:30. അപ്പം ജൂലൈ മാസത്തിലാണ് അവൾ അമേരിക്കയിലെത്തിയത്.
ന്യൂ ജേഴ്സിയിലെത്തിയത്. അപ്പോൾ അവിടെ 8:30 രാത്രി 8:30 ആകുമ്പോഴേ സൺ സെറ്റ് ചെയ്യാറുള്ളൂ. അതുവരെ എന്താണ്, നല്ല വെട്ടമുണ്ട് അല്ലേ. 8:30 ആകുമ്പോഴേ സൺ സെറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ പകലിന് ഒരുപാട് ദൈർഘ്യമുണ്ട്. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. അപ്പം 15 മണിക്കൂറോളം ഡേ ആണ്, ഡേ ടൈമാണ്. നൗ ദ സൺ സെറ്റ് എ ലിറ്റിൽ ബിഫോർ 5. ഇപ്പോഴോ, ഇപ്പം എന്താ സീസൺ, വിൻ്റർ സീസൺ ആണ്. പക്ഷേ 5 മണിയാവുമ്പോഴത്തേനും സണ്ണ് സെറ്റാവും, സണ്ണ് അസ്തമിക്കും, എന്നിട്ട് നൈറ്റ് ഫോളൻ ചെയ്യും, രാത്രിയാവും. ആൻഡ് ദ ഡേ ലാസ്റ്റ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. അപ്പോൾ ഡേ ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. കുഞ്ഞിച്ചിരുത വാസ് startled. That was Kate, her classmate. She lived just across the street. അപ്പോൾ ആരോ വിളിച്ചതാണല്ലേ. ആരാ വിളിച്ചത്? കേറ്റ് വിളിച്ചതാണ്. കേറ്റ് വിളിച്ചത് കേട്ടപ്പം കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടിൽഡായി. എന്ന് വെച്ചാൽ എന്താ, ഷോക്ക്ഡായി. കാരണം കുഞ്ഞിച്ചിരുത എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്തത് കറക്റ്റായിട്ടല്ല. ഷി ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദി സ്ട്രീറ്റ്. അപ്പോൾ കേറ്റ് എവിടെയാണ് താമസിക്കുന്നത്? സ്ട്രീറ്റിൻ്റെ അക്രോസ്, ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേറ്റ് താമസിക്കുന്നത്. ഓർ നോട്ട് എഗെയിൻ, കുഞ്ഞിച്ചിരുത സെഡ് ടു ഹെർസെൽഫ് അണ്ടർ ഹെർ ബ്രെത്ത്. അപ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിച്ചിരുത, അതായത് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട്, ഇതൊരിക്കലും ശരിയാവാൻ പോണില്ല, പിന്നെയും ഈ കേറ്റ് എന്നെ ഇങ്ങനെ തന്നെയാണല്ലോ വിളിച്ചത് എന്നുള്ള ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് നോക്കി. വെൻ വിൽ ഷി ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്? എപ്പോൾ എൻ്റെ നെയിം കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അവൾ പഠിക്കും എന്നിങ്ങനെ കുഞ്ഞിച്ചിരുത ആലോചിക്കുകയാണ്. ദിസ് വാസ് ഹർ 6th month അറ്റ് സ്കൂൾ. അപ്പോൾ 6 മാസമായി അവിടെ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ എത്തിയിട്ട്. അപ്പോൾ 6 മാസമായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. ബാക്ക് ഇൻ കേരള ഷീ ഹാഡ് ഓൺലി ലേൺഡ് സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് പ്ലേ സ്കൂൾ. അപ്പം കേരളത്തിലാണ് കുഞ്ഞിച്ചിരുതയുടെ വീട് അല്ലേ, നമ്മുടെ ആളാണ്. ഷീ ഹാഡ് ഓൺലി ലേൺഡ് സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് പ്ലേ സ്കൂൾ. പ്ലേ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. അവിടെ ആകെ പഠിച്ചത് എന്താ, ഇംഗ്ലീഷ് റൈംസ് ആണ് പഠിച്ചത് അല്ലേ. നമ്മളുടെ പ്ലേ സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് റൈംസ്, കുഞ്ഞു കുഞ്ഞു ഇംഗ്ലീഷ് പാട്ടുകൾ പഠിപ്പിക്കും. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് അവൾ പിക്കപ്പ് ചെയ്തു അല്ലേ. കുഞ്ഞു കുട്ടികളെ ലാംഗ്വേജ് പഠിപ്പിച്ചാൽ പെട്ടെന്ന് അവർ പിക്കപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളും നന്നായി ട്രൈ ചെയ്യണം. ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ വശത്താക്കാൻ നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അപ്പം ആദ്യമൊക്കെ ഒന്ന് പിക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അവളുടെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും എല്ലാം അവളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. അപ്പോൾ അവൾക്ക് ഒരു സ്ട്രേഞ്ചറായിട്ട് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. പുതിയൊരു സ്ഥലത്താണ്, പക്ഷേ അവളുടെ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അവളെ ഒരിക്കലും സ്ട്രേഞ്ചറാണെന്ന് കരുതി ബിഹേവ് ചെയ്തില്ല. സോ ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചറായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഒരു അകൽച്ചയോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. മിസ് ഹോപ്കിൻസ്, ഹു ടോട്ട് മാത്തമാറ്റിക്സ്, വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹർ കംഫർട്ടബിൾ. മിസ് ഹോപ്കിൻസ് ആരാണ്? അവളുടെ മാത്തമാറ്റിക്സ് ടീച്ചറാണ്. ഷീ വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹർ കംഫർട്ടബിൾ. അപ്പോൾ അവളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് മിസ് ഹോപ്കിൻസ് ഒരു സ്പെഷ്യൽ എഫേർട്ടൊക്കെ ഇട്ടു. ടു മേക്ക് എ സ്പെഷ്യൽ എഫേർട്ട് എന്നാണ് വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ എന്ന് പറഞ്ഞാൽ അർത്ഥം. വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ എന്താ മീനിങ്? ടു മേക്ക് എ സ്പെഷ്യൽ എഫേർട്ട്. നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടാണ് ഹോപ്കിൻസ് അവളെ കംഫർട്ടബിൾ ആക്കിയത് അല്ലേ. നമ്മുടെ ക്ലാസ്സിലൊക്കെ കുറച്ച് കഴിയുമ്പം ആരെങ്കിലും പുതിയ അഡ്മിഷൻസൊക്കെ എടുത്ത് വരുമ്പം ടീച്ചേഴ്സ് എല്ലാം ഒന്ന് കംഫർട്ട് ചെയ്യും അവരെ അല്ലേ, അവരെ ഒന്ന് ഓക്കെ ആക്കാൻ ശ്രമിക്കും. അതുപോലെ മിസ് ഹോപ്കിൻസും, കാരണം ഇവള് കേരളത്തിൽ നിന്നുള്ള കുട്ടിയാണ്, പുതിയ കൺട്രിയാണ്, പുതിയ കൾച്ചറാണ് അവൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് മിസ് ഹോപ്കിൻസ് അവളെ ഹെൽപ്പ് ചെയ്തു, അവളെ കംഫർട്ടബിൾ ആക്കി. The only thing that upset her was the way her classmates pronounced her name. അപ്പോൾ ആകെ അപ്സെറ്റ് ചെയ്ത കാര്യം എന്താണ്? അവളെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. അതെന്താണ്? അവളുടെ ക്ലാസ്മേറ്റ്സ് അവളുടെ പേര് കറക്റ്റായിട്ടല്ല ഉച്ചരിച്ചത്. Even Miss Hopkins found her name difficult to pronounce. She did try though. അവൾ ട്രൈ ചെയ്തിരുന്നെങ്കിൽ കൂടിയും അവൾക്ക് മിസ് ഹോപ്കിൻസിന്
കുഞ്ഞിച്ചിരുത എന്നുള്ള പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഷീ മാനേജ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ്. പക്ഷേ അവൾക്ക് ലാസ്റ്റ് പാർട്ട് കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. കുഞ്ഞിച്ചിരുത എന്ന് പറയുന്നതിൻ്റെ ആ ലാസ്റ്റ് വേർഡ് കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. ബട്ട് ഷീ സ്റ്റിൽ ഫോണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റർ. പക്ഷേ അവൾക്ക് ആദ്യത്തെ പാർട്ട് അതൊരു ടങ് ട്വിസ്റ്റർ ആയിരുന്നു, അല്ലേ? കുഞ്ഞി ഞാ സൗണ്ടൊന്നും ഇംഗ്ലീഷുകാർക്ക് പൊതുവെ വരെയല്ലോ. അപ്പം നമ്മളുടെ മലയാളം ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇതാണെങ്കിൽ കുഞ്ഞിച്ചിരുത എന്നുള്ള പേരാണെങ്കിൽ പക്ക മലയാളം ഒരു പേരുമാണ്, അല്ലേ? കുഞ്ഞിച്ചിരുത എന്നുള്ളൊരു പേര് അവർക്കതൊരു ടങ് ട്വിസ്റ്റർ ആയിരുന്നു. ഹൈ കേറ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. അപ്പോൾ കുഞ്ഞിച്ചിരുത ഹൈ കേറ്റ് എന്ന് പറഞ്ഞ് അഭിസംബോധനയൊക്കെ ചെയ്തു. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ഓണ്ട്. അപ്പോൾ കേറ്റ് എവിടേക്കാണ് പോണേ? കേറ്റ് ഷോപ്പിങ്ങിന് പോവാണ്, ആൻറ്റിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോവാണ്. ദർ വർ 24 സ്റ്റുഡൻസ് ഇൻ ഗ്രേഡ് 1. ഗ്രേഡ് 1, അതായത് കുഞ്ഞിച്ചിരുത പഠിക്കുന്ന ക്ലാസ്സിൽ 24 സ്റ്റുഡൻസ് ആണുള്ളത്. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ദി ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. കുഞ്ഞിച്ചിരുത മാത്രമല്ല അമേരിക്കക്കാരല്ലാത്ത ഒരു കുട്ടി, വേറെ കൺട്രിയിൽ നിന്നുള്ള കുട്ടികളും ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദി സ്റ്റുഡൻസ് ബിലോങ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്. ഏകദേശം പകുതിയോളം കുട്ടികൾ ഇമിഗ്രൻറ്റ് ഫാമിലീസിൽ നിന്നുമുള്ളവരാണ്. അതായത് കുടിയേറി പാർത്തവരോ ജോലിക്ക് വേണ്ടിയിട്ട് വന്നവരോ അങ്ങനെയൊക്കെ വന്ന് താമസിക്കുന്ന ഫാമിലിയിൽ നിന്നുള്ള കുട്ടികൾ പകുതിയോളം തന്നെ ഇവളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. There were students from Canada, Mexico, Italy, the UAE, Egypt and China. കുഞ്ഞിച്ചിരുത വാസ് ദി ഓൺലി ഇന്ത്യൻ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് കൺട്രിയിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഉള്ളത്? കാനഡയിൽ നിന്നുണ്ട്, മെക്സിക്കോ, ഇറ്റലി, ദ UAE, ഈജിപ്റ്റ് ആൻഡ് ചൈന, പിന്നെ ഇന്ത്യനും, അല്ലേ? കുഞ്ഞിച്ചിരുത വാസ് ദി ഓൺലി ഇന്ത്യൻ. കുഞ്ഞിച്ചിരുത മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കുട്ടി. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്സ്. അപ്പോൾ കുഞ്ഞിച്ചിരുത സ്ട്രീറ്റിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് ഇന്ത്യൻസിനെ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഷീ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്. അപ്പോൾ പ്രകാശിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടും സന്തോഷമായി. ഇറ്റ് വാസ് എ പ്ലസൻറ്റ് സർപ്രൈസ്, ഒരു സർപ്രൈസ് ആയിരുന്നു. പ്രകാശ് റൺ എ കൺഫെക്ഷണറി നിയർ ഹർ സ്കൂൾ. അപ്പോൾ പ്രകാശ് ആരാണ്? പ്രകാശ് ഒരു മധുരപലഹാരക്കട അല്ലെങ്കിൽ മിഠായിക്കട നടത്തുന്ന ഒരാളായിരുന്നു. നിയർ സ്കൂൾ, അല്ലേ? സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. കുഞ്ഞിച്ചിരുത തോട്ട് ഹി ലുക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹർ അങ്കിൾ ഹരീഷ്. അപ്പം കുഞ്ഞിച്ചിരുതയ്ക്ക് എന്തുകൊണ്ടാണ് പ്രകാശിനോ കണ്ടപ്പം ഒരു സർപ്രൈസൊക്കെ തോന്നിയത്? കുഞ്ഞിച്ചിരുതയുടെ അങ്കിൾ ഹരീഷ് അങ്കിളിനെ പോലെ തന്നെയാണ് പ്രകാശും കാണാൻ. ഓൺലി പ്രകാശ് ലുക്ഡ് എ ലോട്ട് ഓൾഡർ. അപ്പം ഹരീഷിനെക്കാട്ടും പ്രകാശിന് ഇച്ചിരി ഒരു ഏജ് കൂടുതലുണ്ട്. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. അപ്പം കുഞ്ഞിച്ചിരുതയുടെ മുത്തശ്ശൻ്റെ അത്രയും പ്രായമുണ്ട് പ്രകാശിന്, അല്ലേ? മുത്തശ്ശൻ എന്താ? ഗ്രാൻഡ് പാ. ഓക്കെ. ഹി ഹാഡ് ഗേസ്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹർ ദ ഫസ്റ്റ് ടൈം ഷി ബോട്ട് സം ക്യാൻഡി ഫ്രം ദ സ്റ്റോർ. അപ്പം പ്രകാശ് മെല്ലെ ഇങ്ങനെ അവളെ ക്യൂരിയസ് ആയിട്ട് കൗതുകത്തോടെ നോക്കി കുഞ്ഞിച്ചിരുതനെ. ആദ്യത്തെ ദിവസം അവൾ മിഠായി മേടിക്കാനായിട്ട് സ്റ്റോറിലേക്ക് വന്ന അന്ന് പ്രകാശ് ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് അവളെ നോക്കിയിരുന്നു. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താ? കൗതുകത്തോടെ. ഗേസ്ഡ് നമ്മൾ ആദ്യം കണ്ടതാണ് ഗേസിങ് അറ്റ് ദ വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്, അല്ലേ? തുറിച്ചു നോക്കുക. ഇവിടെ ഗേസ്ഡ് കുറച്ചു നേരം ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്നു. ഓൾ ഹെർ ക്ലാസ്മേറ്റ്സ് കോൾഡ് ഹിം മിസ്റ്റർ പ്രകാശ്. അപ്പോൾ അവളുടെ ക്ലാസ്മേറ്റ്സൊക്കെ അദ്ദേഹത്തെ വിളിച്ചത് എന്താ? മിസ്റ്റർ പ്രകാശ് എന്നാണ് വിളിച്ചത്, അല്ലേ? അവിടെയൊക്കെ അങ്ങനെയാണ്. മിസ്റ്റർ അല്ലെങ്കിൽ മിസ് ഇതൊക്കെ ചേർത്തിട്ടാണ് ആൾക്കാരെ വിളിക്കുക. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. അപ്പം കുഞ്ഞിച്ചിരുതയ്ക്ക് അതൊരു റൂഡ് ബിഹേവിയർ ആയിട്ടാണ് തോന്നിയത്. അതൊരു ശരിയല്ലല്ലോ. അത്രയും പ്രായമുള്ള ഒരാളെ മിസ്റ്റർ പ്രകാശ് എന്നെങ്ങനെയാണ് വിളിക്കുക? ബാക്ക് ഹോം ഇൻ കേരള. അപ്പോൾ കേരളത്തിലായിരുന്നെങ്കിലോ ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. അപ്പോൾ അവൾ കേരളത്തിലായിരുന്നെങ്കിൽ അവൾ എന്തായാലും ആ ചേട്ടനെ പ്രകാശ് അങ്കിൾ എന്നാണ് വിളിക്കുക. The next time she went to the store, Prakash patted her affectionately on her head. അപ്പോൾ അടുത്ത തവണ അവൾ സ്റ്റോറിലേക്ക് പോയപ്പം പ്രകാശ് ഇങ്ങനെ അവളുടെ തലയിൽ സ്നേഹത്തോടെ പാറ്റ് ചെയ്തു, ഒന്നിങ്ങനെ തട്ടി, അല്ലേ? വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ? അപ്പോൾ പ്രകാശ് ചോദിച്ചു, ഇങ്ങനെ എന്താണ് കുട്ടികളെല്ലാവരും വിളിക്കുക, ആൾക്കാരൊക്കെ വിളിക്കുന്നത്? അതായത് വാട്ട് ഈസ് ദ നെയിം എന്നുള്ള അർത്ഥം, എന്താണ് പേര് എന്നുള്ളത്. അപ്പം കുഞ്ഞിച്ചിരുത പറഞ്ഞു, കുഞ്ഞിച്ചിരുത. പ്രകാശ് ഐസ് വൈഡൻഡ്. കുഞ്ഞിച്ചിരുത. അപ്പോൾ പ്രകാശിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് മിഴിഞ്ഞു, അല്ലേ? കുഞ്ഞിച്ചിരുത എന്നാണോ പേര് എന്ന് പ്രകാശ് ചോദിച്ചു. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്.
കുഞ്ഞിച്ചിരുതയ്ക്ക് ഭയങ്കര സന്തോഷമായി. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. അപ്പം ന്യൂ ജേഴ്സിയിൽ വന്നേ പിന്നെ ആരും തന്നെ ഇവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ടില്ല, അവളുടെ ഫാമിലി മെമ്പേഴ്സ് ഒഴികെ അല്ലേ. പുറത്തുനിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഉച്ചരിക്കുന്നത്. ഷി നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അവളിങ്ങനെ മെല്ലെ തല ഇങ്ങനെ കുലുക്കി, അതേ എന്നുള്ള അർത്ഥത്തിൽ തല കുലുക്കി, എന്നിട്ട് അവനെ ഇങ്ങനെ നോക്കി നിന്നു, പ്രകാശിനെ നോക്കി. ബീംഡ് അറ്റ് ഹിം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തോടെ നോക്കി. കുഞ്ഞിച്ചിരുത ആദ്യമായിട്ട് കേൾക്കുകയാണ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരാളെ. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവളിങ്ങനെ നോക്കി. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. പെട്ടെന്ന് തന്നെ പ്രകാശ് മലയാളത്തിലേക്ക് സംസാരിച്ചു തുടങ്ങി. സ്വിച്ച്ഡ് ഓവർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, മലയാളത്തിലേക്ക് മലയാളം സംസാരിച്ചു. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടേർഡ് അലൗഡ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുഞ്ഞിച്ചിരുത എന്നുള്ള പേരൊക്കെ ഉണ്ടോ എന്ന് അദ്ദേഹം വണ്ടർ ചെയ്തു അല്ലേ. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം. പ്രകാശ് മാത്രമല്ലായിരുന്നു ഇങ്ങനെ കുഞ്ഞിച്ചിരുതയുടെ പേര് കേൾക്കുമ്പോഴത്തേനും വണ്ടർ ആവുന്ന ആൾക്കാർ. എല്ലാവരും തന്നെ വണ്ടർ ആവും അല്ലേ. നമ്മളും ആദ്യം ഒന്ന് വണ്ടർ ആയില്ലേ, ഇങ്ങനത്തെ പേരോ കുഞ്ഞിച്ചിരുത എന്നുള്ള പേരൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഇടുമോ എന്നുള്ള ഒരു പെട്ടെന്നൊരു വണ്ടർ ആയില്ലേ നമ്മൾ. She had faced the question several times after she became old enough to talk about it. അപ്പം അവൾ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്, പലരും ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും ചിലപ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഇപ്പോൾ അവൾക്ക് ആൻസർ പറയാനുള്ള കഴിവായി. അതായത് ഷീ ബിക്കെയിം ഓൾഡ് ഇനഫ്, ഷീ ബിക്കെയിം മെച്വേർഡ്. ഓഫ് കോഴ്സ് ഷീ ന്യൂ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. അപ്പോൾ ഇപ്പോൾ അവൾക്ക് അറിയാം എങ്ങനെയാണ് അവൾക്ക് ഈ പേര് കിട്ടിയത് എന്നുള്ളത്. സോ ഷീ ടോൾഡ് ഹിം അബൌട്ട് ഹെർ ഗ്രേറ്റ് grandmother who became a school teacher at the age of 18. അപ്പോൾ 18 വയസ്സിൽ ഒരു സ്കൂൾ ടീച്ചറായ അവളുടെ ഗ്രാൻഡ് മദർ ആണ് ഈ കുഞ്ഞിച്ചിരുത എന്നുള്ള പേരുള്ള ഗ്രാൻഡ് മദറാണ്. അപ്പോൾ കുഞ്ഞിച്ചിരുത ഗ്രാൻഡ് മദറിൻ്റെ, അമ്മൂമ്മയുടെ പേരാണ് ഇവൾക്ക് ഇട്ടത്. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫേഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആണ് കേട്ടോ, ഗ്രാൻഡ് മദർ അല്ല, ഗ്രാൻഡ് മദറിൻ്റെ അമ്മ. അപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ ഫോട്ടോ, ജസ്റ്റ് ഒരു ഫെയ്ഡഡ് ഫോട്ടോ അല്ലേ, വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഫോട്ടോ മാത്രമാണ് അവളെ കണ്ടിട്ടുള്ളത്. കുഞ്ഞിച്ചിരുത later learned from അമ്മ that പ്രകാശ് belonged to a village not far from her town. അപ്പം അവളുടെ വില്ലേജിൽ നിന്നും അധികം ദൂരമല്ലാത്ത ഒരു ടൗണിലാണ് പ്രകാശും താമസിക്കുന്നത്. പ്രകാശിൻ്റെ വീടും അവിടെ തന്നെയാണെന്നുള്ളത് കുഞ്ഞിച്ചിരുത അമ്മയിൽ നിന്നും മനസ്സിലാക്കി, കുഞ്ഞിച്ചിരുതയുടെ അമ്മയിൽ നിന്നും മനസ്സിലാക്കി. ഹി ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ച്വറി എഗോ. അപ്പോൾ സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ എത്രയാ? 100 വർഷം അല്ലേ, 100 years. ഹാഫ് എ സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ 50 വർഷം. അപ്പോൾ 50 years ago, 50 വർഷങ്ങൾക്ക് മുന്നെയാണ് അമേരിക്കയിലേക്ക്. A few days before the spring break, a girl named Antoinette took admission in കുഞ്ഞിച്ചിരുതാസ് ക്ലാസ്. അപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അന്റോണിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു. എപ്പോഴാണ് അഡ്മിഷൻ എടുത്തത്? സ്പ്രിംഗ് ബ്രേക്കിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലവേഴ്സൊക്കെ ബ്ലൂം ചെയ്യുന്ന, ഫ്ലവേഴ്സൊക്കെ വിരിയുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ ആ സമയത്ത് അവിടെ കുറച്ച് നാളത്തേക്ക് വെക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് മുന്നേ, സ്പ്രിംഗ് ബ്രേക്കിന് കുറച്ച് മുന്നേ ഇവരുടെ ക്ലാസ്സിൽ അന്റോണിറ്റ് എന്ന പേരുള്ള ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു. ഷി വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാർസിലസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിലുള്ള ഒരു മാർസിലസ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിൽ നിന്നുള്ള ഒരു കുട്ടിയായിരുന്നു ഇത്. ഹെർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. ഷി വാസ് ഗിവൺ എ ന്യൂ പ്രൊജക്റ്റ് ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അവളുടെ അമ്മ. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ പ്രൊജക്റ്റ് കൊടുത്തിരുന്നു ന്യൂ ജേഴ്സിയിൽ, അമേരിക്കയിൽ ന്യൂ ജേഴ്സിയിൽ വെച്ചിട്ട് അവൾക്കൊരു പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാനുണ്ട് അവളുടെ അമ്മയ്ക്ക്. സോ ദ ഫാമിലി ഹാഡ് റീലൊക്കേറ്റഡ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിൽ നിന്നും അമേരിക്കയിലേക്ക് ഫാമിലി ഫുള്ളായിട്ട് വന്നതാണ്. അന്റോണിറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. അപ്പോൾ അന്റോണിറ്റും കുഞ്ഞിച്ചിരുതയും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി. കുഞ്ഞിച്ചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് ട്രബിൾ പ്രൊനൗൺസിങ് അന്റോണിറ്റ്സ് നെയിം ടു. അപ്പം കുഞ്ഞിച്ചിരുത ഒരു കാര്യം മനസ്സിലാക്കി. എന്താണ്? അവളുടെ പേരും അവളുടെ ക്ലാസ് ടീച്ചറും മറ്റ് ടീച്ചേഴ്സും കുട്ടികളും എല്ലാം കറക്റ്റായിട്ടല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, അതും അവർക്ക് ട്രബിൾ ആണ് എന്നുള്ളത് മനസ്സിലായി. A few days before the spring break, a girl named Antoinette
took admission in കുഞ്ഞിച്ചിരുതാസ് ക്ലാസ്. അപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അന്റോണിയറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു. എപ്പോഴാണ് അഡ്മിഷൻ എടുത്തത്? സ്പ്രിംഗ് ബ്രേക്കിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലവേഴ്സൊക്കെ ബ്ലൂം ചെയ്യുന്ന, ഫ്ലവേഴ്സൊക്കെ വിരിയുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ ആ സമയത്ത് അവിടെ കുറച്ച് നാളത്തേക്ക് വെക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് മുന്നേ, സ്പ്രിംഗ് ബ്രേക്കിന് കുറച്ച് മുന്നേ ഇവരുടെ ക്ലാസ്സിൽ അന്റോണിയറ്റ് എന്ന പേരുള്ള ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതും അന്റോണിയറ്റ് എന്ന് പറഞ്ഞ ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല. നമുക്ക് വഴിയെ നോക്കാം എങ്ങനെയാണ് ആ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് അന്റോയിനെറ്റ്. അങ്ങനെയായിരുന്നു വിളിച്ചത്. അന്റോയിനെറ്റ് എന്നായിരുന്നു അവളെ വിളിച്ചത്. ബട്ട് കുഞ്ഞിച്ചിരുത ലേൺഡ് ഫ്രം അന്റോയിനെറ്റ് ദാറ്റ് ദ നെയിം ഓട്ട് ടു ബി പ്രൊനൗൺസ്ഡ് ഒങ്ത്വാനെറ്റ്. അപ്പോൾ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒങ്ത്വാനെറ്റ്. അങ്ങനെയാണ് കറക്റ്റായിട്ട്. അന്റോണിയറ്റ് എന്നല്ല പറയേണ്ടത്, ഒങ്ത്വാനെറ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് കുഞ്ഞിച്ചിരുത പഠിച്ചു അല്ലേ. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും കറക്റ്റായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് ഗ്രാസ്പ് ചെയ്യും, പിക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ കുഞ്ഞിച്ചിരുതയും പെട്ടെന്ന് തന്നെ അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചു. കുഞ്ഞിച്ചിരുത ട്രൈ ടു സേ ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ കുഞ്ഞിച്ചിരുത കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റി. ഷീ ഫൗണ്ട് ടു ഹെർ സർപ്രൈസ് ദറ്റ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. കുറച്ച് നേരം ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിച്ചിരുതയ്ക്ക് ആ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റി. ഷീ വാസ് ഈക്വലി സർപ്രൈസ് ടു ഫൈൻഡ് ഒങ്ത്വാനെറ്റ് അല്ലേ, ഒങ്ത്വാനെറ്റ് പ്രൊനൗൺസിങ് ഹെർ നെയിം ഫെയർലി വെൽ. അപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ പേരും ഏകദേശം കറക്റ്റായിട്ട് ഒങ്ത്വാനെറ്റ് പറയുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് കുഞ്ഞിച്ചിരുത എന്നുള്ള പേര് ഒങ്ത്വാനെറ്റ് കറക്റ്റായിട്ടല്ല ഫെയർലി വെൽ, ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇത് ഞ് കുഞ്ഞി എന്നുള്ള ഞ് സൗണ്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഒങ്ത്വാനെറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിരുത അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. അപ്പോൾ ഒങ്ത്വാനെറ്റ് കുഞ്ഞിച്ചിരുതയുടെ വീട്ടിലൊക്കെ പോയി, കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിൽ പോയി. കുഞ്ഞിച്ചിരുത ഫൗണ്ട് ടു ഹെർ അമ്യൂസ്മെൻറ്റ് ദറ്റ് അമ്മ കുഡ് നോട്ട് സേ ഒങ്ത്വാനെറ്റ്സ് നെയിം റൈറ്റ്. അപ്പോൾ അമ്മയ്ക്ക് ഒങ്ത്വാനെറ്റിൻ്റെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഷീ ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ്. അപ്പോൾ ആ സമയത്ത് ഒങ്ത്വാനെറ്റ് എന്നുള്ള പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാത്തപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും? അമ്മമാർ അങ്ങനെ ഒന്നും പ്രൊനൗൺസ് ചെയ്യാത്തപ്പം അമ്മമാരെ പഠിപ്പിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിച്ചിരുത അവളുടെ അമ്മയുടെ ലാംഗ്വേജ് ടീച്ചറായി മാറി. അതായത് അമ്മേനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയല്ല, അമ്മ ഒങ്ത്വാനെറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത് കുഞ്ഞിച്ചിരുത അമ്മയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മലയാളം എക്സ്പ്ലനേഷൻ പാഠത്തിൻ്റെ. തൊട്ടടുത്ത ദിവസം തന്നെ ആക്ടിവിറ്റീസുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.